ദൈവതിരുനാമത്തിൽപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഹോശാന ഞായറാഴ്ചയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഹോശാന ഞായറാഴ്ച ഇന്നലെയായിരുന്നു. പള്ളിയിൽ പോയി അവിടുത്തെ വേദഭാഗങ്ങളൊക്കെ വായിക്കുന്നത് കേട്ടു. അതുപോലെ തന്നെ ലിറ്റർജിക്കലായിട്ടുള്ള ഭാഗങ്ങളും വായിക്കുന്നത് കേട്ടു. ഒത്തിരി വിശ്വാസ സത്യങ്ങളൊക്കെ അവിടെ പ്രഖ്യാപിക്കുന്നുമുണ്ട്. അതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയ 3 ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആദ്യമായിട്ട്, അന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങൾ, ദ പീപ്പിൾ ഹു ലിവ് ഇൻ ദ ഡാർക്ക്നെസ്, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം ഒഴിച്ച് ബാക്കി 3 സുവിശേഷത്തിലും പ്രതിപാദിച്ചിട്ടുള്ള 2 ഇവൻറ്റുകളാണ് യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയൊക്കെ അടിച്ച് പുറത്താക്കുന്നതും അതോടൊപ്പം തന്നെ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും പിറ്റേന്ന് അത്തിവൃക്ഷം വേരോടെ വാടിപ്പോകുന്നതുമായിട്ടുള്ള 2 സംഭവ കഥകൾ. എൻ്റെ ചെറുപ്പകാലത്ത് അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ആ കഥ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കാര്യം വേദപുസ്തകത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, അത്തി ഫലം കായ്ക്കുന്ന സമയമല്ലായിരുന്നു അത്. അപ്പോൾ എൻ്റെ ചോദ്യം, പിന്നെ ഇതറിയാമായിരുന്ന യേശു ക്രിസ്തു, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് ഇതറിയില്ലായിരുന്നു? എന്തിനാണ് ഫലം തിരക്കി ആ സമയത്ത് അവിടെ പോയത്? എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു അതായിരുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായത് വളരെ കാലങ്ങൾക്ക് ശേഷം ആണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായത്, ഈ അത്തിവൃക്ഷത്തിൻ്റെ കഥയും യെരുശലേം ദേവാലയത്തിൽ സംഭവിച്ച ആ വിഷയവുമായിട്ട് കണക്ഷനുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് വലിയൊരു സന്ദേശം നൽകുവാനായിട്ടാണ് ഈ 2 സംഭവങ്ങൾ ഒരുമിച്ച് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ആ കാലത്തെ ജനങ്ങൾ അന്ധകാരത്തിൽ കഴിയുന്നതും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്, അത്തിവൃക്ഷം തളിർത്ത് നിൽക്കുമ്പോൾ, അതായത് പുഷ്ടിപ്പെട്ട് ആരോഗ്യത്തോടെ നിൽക്കുന്ന ഉടനെ ജനങ്ങൾ അതിൽ നിന്നും ഫലം പ്രതീക്ഷിക്കും. നമ്മളുടെ കേസിലാണെങ്കിലും നമ്മൾ സമ്പത്തും സുഖവും സൗകര്യവും ഒക്കെ ഉള്ളപ്പോൾ മറ്റ് ജനങ്ങളും ദൈവവും നമ്മിൽ നിന്ന് നല്ല പ്രവൃത്തികൾ പ്രതീക്ഷിക്കും. നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴും, അതായത് നമ്മുടെ സീസൺ കഴിഞ്ഞ് നമ്മൾ പ്രായത്തിലൊക്കെ ആകുന്ന ഉടനെ മറ്റുള്ള ജനങ്ങൾ അത്രയ്ക്ക് നമ്മളുടെ നിന്ന് സഹായം പ്രതീക്ഷിക്കില്ല. ദൈവം നമ്മളിൽ നിന്ന് ആ സമയത്ത് ഒത്തിരി സഹായം, അനുഗ്രഹം മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേങ്കിൽ നമ്മുടെ യൗവനകാലത്ത് നമുക്ക് നല്ല ആരോഗ്യവും നല്ല സമ്പത്തും സുഖവും സൗകര്യവും എല്ലാം ദൈവം തരുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളത് മറ്റുള്ള ആളുകളിലേക്കത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. യെരുശലേം ദേവാലയം യേശുക്രിസ്തുവിൻ്റെ സമയത്ത് സമ്പൽ സമൃദ്ധിയിലായിരുന്നു. അവർക്ക് 12 ഫുട്ബോൾ ഫീൽഡിൻ്റെ സൈസിലായിരുന്നു യെരുശലേം ദേവാലയവും അതിൻ്റെ ചുറ്റിനുമുണ്ടായിരുന്ന ആ സിറ്റിയും. അത്രയും വലിയ സ്ഥലം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉള്ള യൂതന്മാരും അതുപോലെ തന്നെ യെരുശലേമിലുള്ള മിക്കവാറും എല്ലാ യൂതന്മാരും പ്രധാന ഫെസ്റ്റിവൽ സമയത്ത് അവിടെ വരും. ഇഷ്ടം പോലെ പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെങ്കിൽ യെരുശലേം ദേവാലയം ഒരു ദേവാലയം ചെയ്യേണ്ട പ്രവർത്തികളായിരുന്നില്ല അവിടെ ചെയ്തത്. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ്റെ ഗൃഹം പ്രാർത്ഥനാലയമാണ്, അത് നിങ്ങൾ കള്ളന്മാരുടെ ഒരു ഗുഹയാക്കി, ഡെൻ ഓഫ് തീവ്സ്, അങ്ങനെ ആക്കി കളഞ്ഞു. അപ്പോൾ യെരുശലേം ദേവാലയം ചെയ്യേണ്ട പ്രവൃത്തി, ആ പ്രാർത്ഥനയും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതും അതുപോലെ ആരാധിക്കേണ്ടതുമായിട്ടുള്ള ആ സ്ഥലം മറ്റുള്ള പ്രവൃത്തിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ദൈവം അവിടെ കോപിക്കുന്നതും അവരെ അടിച്ചിറക്കുന്നതും. അപ്പം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യെരുശലേം ദേവാലയം എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെയായിരുന്നു നല്ല ആരോഗ്യത്തോടെ നിന്നിരുന്ന ആ അത്തിവൃക്ഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, പിറ്റേന്ന് തന്നെ അത്തിവൃക്ഷം വാടി ഉണങ്ങിപ്പോയി. ദ വെതേർഡ് ഫിഗ് ട്രീ. യെരുശലേം ദേവാലയത്തിന് പറ്റിയതോ, കേവലം 40 വർഷത്തിനുള്ളിൽ തന്നെ റോമ സാമ്രാജ്യം വന്ന് യെരുശലേം മുഴുവൻ കീഴടക്കി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ യെരുശലേം ദേവാലയം മണ്ണടിഞ്ഞു. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ഇത് നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ അന്ധകാരത്തിലാണ് ജീവിച്ചിരുന്നത്. ദൈവം ആരാണെന്നോ ദൈവം സ്നേഹമാണെന്നോ ഉള്ള ചിന്ത അവർക്കൊരിക്കലും മനസ്സിലായിട്ടില്ലായിരുന്നു. നമ്മൾ സ്വന്തം അയൽക്കാരെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ആ വചനം അവർക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ദൈവം സ്നേഹമാണ് എന്നുള്ള ആ വചനം മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അന്ധകാരത്തിൽ ജീവിച്ചിരുന്നു. അതാണ് ഈ യെരുശലേം ദേവാലയവും അത്തിവൃക്ഷവും ത്തിൻ്റെയും ആ സംഭവ കഥ ഒരുമിച്ച് നമ്മൾ പരിഗണിക്കേണ്ടതാണ്, ഒരുമിച്ച് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, നമ്മൾ ജീവിക്കുന്നത് അന്ധകാരത്തിലാണോ? യേശുക്രിസ്തു പ്രകാശവുമായിട്ട് ആരാണ് സത്യമായിട്ടുള്ള ദൈവം, ആരാണ് സത്യം, ആരാണ് ആബ്സല്യൂട്ട് എന്നുള്ള കാര്യം നമ്മളെടുക്ക് പറഞ്ഞു തന്നു. എന്നിരുന്നാലും 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുപോലെ ആണോ നമ്മളും ജീവിക്കുന്നത്? ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ. നമുക്ക് ഈ കർഷാനുഭവ ആഴ്ച അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. നന്ദി.